LDF ഭരണത്തിനു ശേഷം കേരളത്തിൽ വമ്പൻ വികസന പ്രവർത്തനങ്ങൾ നടന്നെന്ന സർക്കാർ വാദത്തെ പൊളിച്ചെഴുതുന്നതാണ് വിഴിഞ്ഞം പദ്ധതി. LDF ഭരണത്തിലെത്തും മുൻപേ പിറവികൊണ്ട വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് ആണെന്ന് അറിയാത്തവരില്ല. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നില്ലെന്ന് കെ മുരളീധരൻ പറയുകയുണ്ടായി. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ്. അതിനെ ഭ്രൂണാവസ്ഥയിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് CPM. അവർ പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ചെന്നാണ് ഹസൻ പറഞ്ഞത്. അർഹിക്കുന്ന രീതിയിലല്ല വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതെന്നും ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാരിന് യോജിപ്പുണ്ടായിരുന്നില്ല എന്നും ഹസൻ അന്ന് പറയുകയുണ്ടായി. വിഴിഞ്ഞം പദ്ധതിയിൽ ചരിത്ര വസ്തുതകളെ ഇടതു സർക്കാർ വളച്ചൊടിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിക്ക് തുടക്കമിട്ടത് K. കരുണാകരനും വെല്ലുവിളികൾ മറികടന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുമാണ്. അതിനെ LDFന്റെ കുഞ്ഞാക്കി മാറ്റുന്നത് ശരിയല്ലെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റാതെ മറ്റുള്ളവരുടെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ആറന്മുളയിലെ വിവാദ ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ക്ലസ്റ്റർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചെന്ന് വിവരാവകാശ പ്രകാരം സർക്കാർ മറുപടി നൽകി. വെള്ളക്കെട്ട് ഉണ്ടാകാത്ത പദ്ധതിയെ ആസൂത്രണം ചെയ്യാവൂ എന്ന കളക്ടറുടെ റിപ്പോർട്ട് അടക്കം കണക്കിലെടുത്താണ് തീരുമാനം. നിലം നികത്തുന്നതിനെ കൃഷിവകുപ്പ് ശക്തമായി എതിർത്തിരുന്നു. നെൽവയൽ നിയമത്തിൽ ഇളവ് നൽകാനാവില്ല, കരയെന്ന് കമ്പനി അവകാശപ്പെടുന്ന സ്ഥലത്തെ നിർമ്മാണം പോലും നീരൊഴുക്ക് തടസ്സപ്പെടുത്തും തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി 2 വട്ടം ഫയൽ വന്നപ്പോഴും മന്ത്രി P. പ്രസാദ് എതിർപ്പ് അറിയിച്ചിരുന്നു. പദ്ധതിക്കായി അപേക്ഷിച്ച 122.52 ഹെക്ടർ ഭൂമിയിൽ 21.6 ഹെക്ടർ മാത്രമാണ് പുരയിടം. ബാക്കി 100.92 ഹെക്ടറും നിലമാണ്. വെള്ളക്കെട്ട് സാധ്യത കൃഷി ഓഫീസർ അറിയിച്ചിട്ടുണ്ടെന്നും കളക്ടർ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. ഇവിടെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന തരത്തിലുള്ള പദ്ധതി മാത്രമേ ആസൂത്രണം ചെയ്യാവൂ എന്നാണ് റിപ്പോർട്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് സർക്കാരിന്റെ പിന്മാറ്റം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം എന്ന് പറയുമ്പോഴും P. പ്രസാദിന്റെ എതിർപ്പ് എടുത്തു പറയേണ്ട ഒന്നാണ്. CPM ചേർന്ന് ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്നത് P. പ്രസാദിന്റെ എതിർപ്പിൽ നിന്നറിയാം. PM ശ്രീ പദ്ധതിയിലും ഒത്തുചേർന്ന തീരുമാനത്തിലേക്ക് എത്താൻ CPIക്കും CPMനും കഴിഞ്ഞില്ല. നേരത്തെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിവരം അറിയിക്കാൻ പോലും CPM തയ്യാറായിരുന്നില്ല. ദേശീയപാത വികസനം കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചെങ്കിലും കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ റോഡുകൾ ഭയാനകമായ രീതിയിൽ തകർന്നു വീഴുന്ന കാഴ്ച കേരളം കണ്ടതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശില്പി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടുത്തിടെ പറയുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖത്തോടനുബന്ധിച്ചുള്ള റോഡ്, റെയിൽ ഔട്ട്റീച്ച് പദ്ധതികൾ പൂർത്തിയാകാത്തതിനെതിരെയും VD സതീശൻ വിമർശിച്ചു. കാലം വിഴിഞ്ഞം സ്വപ്നമായിരുന്നുവെന്നും 2019 തന്നെ തുറമുഖം ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. 11 വർഷം കഴിഞ്ഞിട്ടും വിഴിഞ്ഞം തുറമുഖത്തിലേക്കുള്ള റെയിൽ ഔട്ട്റീച്ച് പൂർത്തിയാക്കാനായില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഹാർബറും തുടങ്ങാനായില്ല. വിഴിഞ്ഞം പദ്ധതി തുടക്കമിട്ട് അതിനുവേണ്ടി പ്രയത്നിച്ച കോൺഗ്രസിനെ മാറ്റി നിർത്തിയാണ് ഇടത് സർക്കാരിന്റെ ക്രെഡിറ്റ് തട്ടൽ. സർക്കാർ പദ്ധതിയിൽ വിവാദമായാൽ എന്തെങ്കിലും ന്യായങ്ങൾ നിരത്തി പദ്ധതിയിൽ നിന്ന് പിന്മാറി തടിയുയരലാണ് ഇടത് സർക്കാരിന്റെ സ്ഥിരം രീതിയെന്നും ആരും പറഞ്ഞു പോകും.